ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറഫാ ദിവസത്തെ കുറിച്ച് അവിടുന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, സഹാബ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളുണ്ടല്ലോ, കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപമുണ്ടല്ലോ, ആ പാപം മുഴുവനും അല്ലാഹു പുറത്തു തരുന്ന പുണ്യമായ ദിവസമാണ് അറഫാ നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുണ്യമായ ദിനത്തെ നോമ്പിനെ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തല്ലേ, ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തരുത് എന്ന് അതാവിടുന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണല്ലോ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വർഷത്തെ പാപം അല്ലാഹു തആല കഴിഞ്ഞത് പുറത്തു തരുമല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ പാപങ്ങളാണല്ലോ. നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, ചിന്തിച്ചതാണ്, പടച്ചുറമ്പേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു കൂട്ടി വെച്ചതാണല്ലോ. എന്നാ ഒരു വർഷത്തെ പാപം കൂടെ അല്ലാഹു തആല പുറത്തു തരണമെങ്കിലോ, ഒരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരണമെങ്കിലോ, പടച്ചുറപ്പേ ഒരു വർഷം കൂടെ നമ്മൾ ജീവിക്കണമല്ലോ, ഒരു വർഷം കൂടെ നമ്മൾ ജീവിക്കണമല്ലോ. എന്നാലല്ലേ ഒരു വർഷത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുകയുള്ളൂ. അതാവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, മനുഷ്യന്റെ ആയുസ്സിനെ അവിടുന്ന് വർദ്ധിപ്പിക്കുന്ന, മനുഷ്യന്റെ ആയുസ്സിനെ അവിടുന്ന് ഒരു വർഷം കൂടെ അല്ലാഹു തആല നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരുന്ന ഒരു പുണ്യമായ അമലാണ് അറഫാ ദിവസത്തിലെ നോമ്പെന്ന് അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ പുണ്യമായ ദിനമുണ്ടല്ലോ, ഈ അറഫാ ദിനമുണ്ടല്ലോ, ഒരിക്കലും തന്നെ കൈവിടല്ലേ. അന്നത്തെ ദിവസത്തിന് നോമ്പ് അനുഷ്ഠിച്ചോ, അന്നത്തെ ദിവസത്തിന് നോമ്പ് അനുഷ്ഠിച്ചോ, പടച്ചുറപ്പേ അന്നത്തെ ദിവസത്തെ നമ്മൾ വേണ്ട രൂപത്തിൽ പരിഗണിച്ചോ. നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന, ഒരുപാട് റഹ്മത്തുകൾ തരുന്ന, ഒരുപാട് സൽക്കർമ്മങ്ങൾ പടച്ചുറപ്പേ നമ്മൾ ചെയ്യാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തേണ്ട, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കേണ്ട പവിത്രമായ ദിവസമാണ് അറഫാ ദിനമെന്ന് പറയുന്നത്. എന്തെല്ലാം നന്മകളാണ് നമുക്ക് അന്നത്തെ ദിവസത്തിൽ ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലോ എന്തെല്ലാം നന്മകളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ നന്മകൾ മുഴുവനും ചെയ്തോ തന്റെ അടിമയോട് അല്ലാഹുവിന്റെ വല്ലാത്ത സ്നേഹമാണല്ലോ, അല്ലാഹുവിന്റെ വല്ലാത്ത മഹബ്ബത്താണല്ലോ. അല്ലാഹു ആ അടിമയോട് വല്ലാത്ത ഇഷ്ടം വെക്കുകയാണോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരിൽ പടച്ചുറപ്പേ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫാ ദിവസത്തെ നോമ്പിനെ കുറിച്ചിട്ട് അവിടുന്ന് ചോദിച്ചപ്പോൾ അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന പുണ്യമായ ദിവസമാണ്, പുണ്യമായ ഒരു നോമ്പാണ് പരിശുദ്ധ അറഫാ ദിവസത്തെ നോമ്പ് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഇങ്ങനെ ഒരാൾ പരിശുദ്ധമായ പുണ്യദിനത്തിൽ നോമ്പെടുത്തിട്ട് ഒരാൾക്ക് വരാനിരിക്കുന്ന പാപത്തെ പൊറുക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ആയുസ്സും കൂടെ നീട്ടി തരണ്ടേ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്നാലല്ലേ അതിന് കഴിയുകയുള്ളൂ അല്ലേ? അതാ പറഞ്ഞത്. അതുകൊണ്ട് ഒരു വർഷം നമ്മുടെ ആയുസ്സും കൂടെ നീട്ടാൻ ഈ പുണ്യമായ ദിവസത്തെ നോമ്പിന് കഴിയും. അതുകൊണ്ട് ഈ നോമ്പിനെ ആരും ഒഴിവാക്കണ്ട. അടുത്ത വർഷം അല്ലാഹു തആല പടച്ചറപ്പേ ഈ നോമ്പെടുക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരും. വീണ്ടും ഒരു വർഷം അല്ലാഹു തആല ആയുസ് നമുക്ക് തരും. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഈ നോമ്പ് എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ എടുക്കുന്ന കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരും എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പുണ്യ ഹദീസിനെ കൈവിടരുത്, ഈ പുണ്യമായ ദിവസത്തെ കൈവിടരുത്. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു തആല ബോധം തരട്ടെ.